അല്ല ഇപ്പൊ രഞ്ജിത്തേനെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്റെ മൈൻഡ് വരുന്ന മറ്റേ ഗോളം എന്നൊരു ചിത്രമാണ്. പയ്യൻ ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ സിനിമ തന്നെയായിരുന്നു ശരിക്കും പാഷൻ? ഇല്ല, ഞാൻ മൂവി തന്നെയാണ് എൻ്റെ മെയിൻ പാഷനായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ സീരിയൽ സംഭവം ചെയ്തു എന്നതേ ഉള്ളൂ. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീൻ ബിയർ. സിക്കാട് എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ നമ്മുടെ സിനിമയുടെ നായകനും നായികയും നമ്മൾ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം സിക്കാട അതാണ് വിശേഷം അല്ലേ? അതെ. ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നത് ഓട്ടത്തിന്റെ ക്ഷീണം കൊണ്ടാണ്. ശരിയല്ലേ? പിന്നെ ഇപ്പൊ ഓക്കെ ഇല്ല, എന്നാലും കുറച്ച് കരം വേണമല്ലോ അല്ലേ? അതെ, കിടക്കട്ടെ. എന്തൊക്കെയുണ്ട് ഗായത്രി വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷം? പറഞ്ഞ പോലെ സിക്കാട റിലീസിന് ഒരുങ്ങുന്നു. 9-ാം തീയതി റിലീസ് ആവാനിരിക്കുന്നു. സോ അതാണ് ഞങ്ങളുടെ മെയിൻ വിശേഷം. അപ്പം സിക്കാട ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യാച്ചിങ് ആണ്. അതെന്താണ്? എന്തെങ്കിലും ജീവിയുടെ പേരാണോ, സ്ഥലത്തിന്റെ പേരാണോ, എന്താണ്? സിക്കാട എന്ന് പറയുന്നത് ആക്ച്വലി ചീവീടിന്റെ ആ ഫാമിലി നെയിമാണ് ബേസിക്കലി സിക്കാട. അപ്പൊ ഈ സിക്കാട എന്ന് പറയാൻ കാരണം പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഇതില് ചീവീട് ഒരു കഥാപാത്രമാണ്. രണ്ട്, നമ്മളിപ്പോ ബേസിക്കലി ഈ ചീവീടിന്റെ ശബ്ദം അതായത് ഒരേ ടൈമിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗുമാണ്. അറ്റ് ദ സെയിം ടൈം അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സൈലൻസും, പാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സൈലൻസും ആയിരിക്കും. അപ്പോൾ ഒരേ തരത്തിൽ പോസിറ്റീവാണ് നെഗറ്റീവാണ്. ആ ഒരു സംഭവം ഇതിലത്തെ ക്യാരക്ടറൈസേഷൻ, നായകന്റെ ക്യാരക്ടറൈസേഷനിലൊക്കെ ഉണ്ട് ഉടനീളം. അതാണ് സിക്കാട. എങ്ങനെയാണ് സിക്കാടിലേക്ക് വന്നത്? ഞാൻ സിക്കാഡിലേക്ക് വരുന്നത് ശ്രീജിത്തേട്ടൻ ഓഫ് കോഴ്സ് കോണ്ടാക്ട് ചെയ്തു. ശ്രീജിത്തേട്ടനുമായിട്ട് ഞാൻ മുമ്പൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്തേട്ടൻ്റെ ദുന്നെന്ന് പറഞ്ഞിട്ടൊരു ആൽബം, ഞങ്ങൾ ഹിന്ദി ആൽബം, അതിൽ ഞാൻ ഒരു ലീഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സംഭവമാണ്, ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്യൂ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ, ഞാൻ റെഡി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സബ്ജക്റ്റ് കേട്ടു, വന്നു, ചെയ്തു. ഇപ്പോൾ ശ്രീജിത്തേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ മലയാളികൾക്ക് ഒരുപാട് ഇന്ന് ഓർക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആസ് എ ഡയറക്ടർ ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ ഈ മനുഷ്യനാണ് ഇത് ചെയ്തത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അല്ല സത്യം, അതേപോലെ ഓർക്കുന്ന റൊമാൻറ്റിക് പാട്ടുകളൊക്കെ നമുക്ക് തന്നൊരു മനുഷ്യൻ, അതേപോലെ ഒരു ആക്ഷൻ ഓറിയന്റഡ്, അത് ഫോറസ്റ്റിലൂടെ ഒരു സാധനം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു ശരിക്കും തോന്നി അങ്ങനെ? അല്ല, ശ്രീജിത്തിന്റെ ടാലന്റിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇപ്പൊ ഞാനും ശ്രീജിത്തിന്റെയും ഒരു കൊളാബറേഷൻ തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലവ് പോളിസി എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ശ്രീജിത്ത്. പിന്നീട് ഇപ്പോൾ ഗായത്രി മെൻഷൻ ചെയ്ത് ദുന്ന് പറഞ്ഞ ആൽബത്തിൽ ഞാൻ ഒരു പാട്ട് ഞാൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീജിത്തിനെ അഭിനയിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ശ്രീജിത്ത് മ്യൂസിക് വീഡിയോസ് ഒക്കെ ഡയറക്ട് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നമ്മുടെ ഒരു സിനിമാ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രീജിത്ത് എത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്നു, അപ്പാർട്ട് ഫ്രം മ്യൂസിക് ശ്രീജിത്തിന്റെ ഐഡിയാസും തോട്ട് പ്രോസസ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു പേഴ്സണലി അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഫാക്ടർ ഇല്ല. കാരണം എനിക്ക് ഓൾറെഡി അറിയാം ശ്രീജിത്തിന് വളരെ നന്നായിട്ട് തന്നെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. പിന്നെ ആദ്യത്തെ സിനിമയിൽ പക്ഷേ കുറച്ച് റിസ്കി സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് സിനിമ അല്ലാതെ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ ഈ പറഞ്ഞ പ്രകൃതിയും വൈൽഡ് ലൈഫ് ആനിമൽസ് ഒക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്തിരി ചാലഞ്ചിങ് ആണ്. തീർച്ചയായും ചാലഞ്ചിങ് തന്നെയാണ്. കാരണം അതിനൊരു ചാലഞ്ച്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ട്രെയിലർ കണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ റോങ് ടേൺ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഫോറസ്റ്റിലൂടെ ഉള്ളത്, ഹണ്ടിങ്, മനുഷ്യൻ വേട്ടയാടുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നമ്മുടെ ഇപ്പോഴത്തെ മലയാളം പ്രത്യേകിച്ച് ഒരു സിനിമ ഇറങ്ങിയാൽ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് അങ്ങനെ റീകളക്ട് ചെയ്ത് പോകും. ഈ സിനിമ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ റീകളക്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അതോ കണ്ടിന്യൂസ് എല്ലാവരുടെയും ലൈഫിൽ എന്താ പറയാ പൊതുവെ സംഭവിക്കാൻ സാധ്യതയുള്ള കഥകളാണ്, റിലേറ്റബിൾ ആണ്. പിന്നെ ഇതിലത്തെ എന്താ പറയാ ഒരു യാത്ര, ഫോർ എക്സാമ്പിൾ ഒരു കാട്ടിനുള്ളിൽ വരുന്നു, അതിന്റെ ഒരു നോൺ ലീനിയർ പാറ്റേൺ ഉണ്ട്, ഓരോ സ്ഥലത്തും കണക്ട് ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാവർക്കും വളരെയധികം നോക്കി കാണാവുന്ന ഒരാളാണ് ഇതിലത്തെ നായിക കഥാപാത്രമായ ജോ. കാരണം ഒരിക്കലും ആ ജോയിനെ പോലെ ആവരുത് ഒരാൾ, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ പോലെ ഒരിക്കലും ആവരുത് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് സിനിമ കണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതെ. പിന്നെ കുറച്ച് സെൻസിറ്റീവ് സബ്ജക്ട്സും ഉണ്ട് ഇതില്. ഫോർ എക്സാമ്പിൾ ഇപ്പോ യൂസേജ് ഓഫ് ഡ്രഗ്സ്, അല്ലെങ്കിൽ വുമൺ എന്താ പറയാ പണിഷബിൾ ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ എന്നൊക്കെ നമ്മൾ എഴുതി കാണിക്കാൻ വരെ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം അക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
സോ അത്തരത്തിലുള്ള സെൻസിറ്റീവ് സബ്ജക്ട്സിനൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് സിനിമയിൽ. ഗായത്രി ഒരു ഫിലിം ആർട്ടിസ്റ്റിന് ഒരു സിനി ആർട്ടിസ്റ്റ് ആണ്. അപ്പം പ്രേക്ഷകർ കൂടുതൽ എന്താ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. അപ്പം സിനിമ തന്നെയായിരുന്നു ശരിക്കും പാഷൻ? ഇല്ല, ഞാൻ മൂവി തന്നെയാണ് എൻ്റെ മെയിൻ പാഷനായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ സീരിയൽ സംഭവം ചെയ്തു എന്നതേ ഉള്ളൂ. പക്ഷെ സിനിമ തന്നെയാണ്. പിന്നെ എൻ്റെ തുടക്കം ഈ പറയുന്ന ഒരു തമിഴിലായിരുന്നു. തമിഴിൽ 2 ഇതുപോലെ ഹീറോയിനായിട്ട് തന്നെ 2 സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 മൂവീസ് അറൗണ്ട് ഒരു 2013-14 ടൈം. പിന്നെ ഒരു ഗ്യാപ്പായി, പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളും വന്നു. പിന്നെ അഗെയിൻ ബാക്ക് ഇൻ ടു മൂവീസ്. ഇപ്പം 2019 ലാസ്റ്റ് പട്ടാഭിരാമൻ, നയൻ എന്നീ പടങ്ങളിലെല്ലാം ചെറിയ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ലീഡായിട്ട് സിക്കാട ആണ് 2024 വരുന്നത്. അപ്പം ഈ സിനിമയിലേക്ക് വരുന്ന എല്ലാവരുടെയും അംബിഷൻ നമ്മളെ ഫേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം, 10 പേര് നമ്മൾ ഇതിനകത്ത് ഉണ്ടെന്ന് അറിയിക്കണം. ഫെയിം എന്നുപോലെ നമ്മുടെ ടാലന്റ് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പം വലിയൊരു കഴിവും ടാസ്കുമാണ്. അപ്പം എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളെ ചെയ്യേണ്ടതിൽ? ഇല്ല, നമ്മുടെ ഈ സോ കോൾഡ് ഫെയിം റെക്കഗ്നീഷൻ തുടങ്ങിയതെല്ലാം തന്നെ നമ്മുടെ ഒരു കരിയറിന്റെ ഒരു അപ്വേർഡ്സിൽ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സക്സസ്ഫുൾ ആകുന്നതോറും അത് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്ന ചില കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മുടെ ഒറ്റ രീതിയുള്ളൂ, നമ്മുടെ ഇഷ്ടം സിനിമയാണ്, നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ള ഒറ്റ ദൗത്യമേ നമുക്കുള്ളൂ. ബാക്കി വരുന്ന എല്ലാം ബോണസാണ്. അല്ല, ഇപ്പൊ രഞ്ജിത്തേനെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്റെ മൈൻഡ് വരുന്ന മറ്റേ ഗോളം എന്നൊരു ചിത്രമാണ്. അതെ, പയ്യൻ ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ അല്ല, പക്ഷെ താടിമുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പഴയ പയ്യനിലേക്ക് എത്താം. റഹ്മാൻ സാറിന്റെ ഒക്കെ ഒരു ഇതായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ? എങ്ങനെ ഉണ്ടായിരുന്നു സാറുമായിട്ട് ആ ഒരു ഏജിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാ? ഇല്ല, അത് ഇപ്പൊ ഞാൻ മറ്റേ ഇപ്പോൾ ആക്ച്വലി ഒന്നാണ്ട് സ്ഥലത്ത് പറഞ്ഞു, അതായത് അന്നത്തെയും ഇന്നത്തെയും വ്യത്യാസം എന്താ വെച്ചാൽ അന്ന് നമുക്കിതിന്റെ ABCD എന്ന് പറയുന്ന സംഭവം അറിയില്ല. ഇപ്പൊ ഞാൻ നേരെ ചെല്ലുന്നത് തന്നെ വലിയ വലിയ പേരുകൾക്കിടയിലാണ്. കമൽ സർ, P. സുകുമാർ, അതേപോലെ വിദ്യാസാഗർ തുടങ്ങിയിട്ടുള്ള ഒരു പേരുകൾക്കിടയിലേക്കാണ് ഞാൻ പോകുന്നത്. മാത്രമല്ല സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റഹ്മാൻ സർ, സലീം കുമാർ സർ, മുകേഷ് ഏട്ടൻ തുടങ്ങിയിട്ടുള്ള വമ്പൻ താരതരം. അപ്പൊ ഞാനൊക്കെ അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല. എന്താണോ പറയുന്നത് അതെങ്ങനെ ചെയ്യുക, രക്ഷപ്പെട്ട് പോകാന്നുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് വരെ എഡിറ്റിംഗ് അറിയാം, കൊച്ചു കുട്ടികൾക്ക് വരെ റീൽ ഉണ്ടാക്കാൻ അറിയാം. സോ ഒരു സോ കോൾഡ് ഒരു ക്യാമറ ഫിയർ വളരെ കുറവാണ്. അത് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. സോ അത്തരത്തിലുള്ള ഡിഫറൻസസും കാര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ലല്ലോ അല്ലേ? ഒരിക്കലല്ലോ. അയ്യോ, അത്രയും ലെജൻഡറി ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചുള്ള വലിയ ബ്ലെസ്സിംഗ് ആണ്. ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും അംബിഷൻസ് ഉണ്ടോ? ഇന്നവരോട് ഒരു തവണ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നോക്കിക്കാണുന്ന ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ഇന്ന്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ആഗ്രഹിക്കാം അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മിറാക്കിളാണ്. അത് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നടക്കട്ടെ. അതെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചോദിക്കേണ്ട, അപ്പോൾ ഒരു സിനി ആർട്ടിസ്റ്റ് ആണ് ആദ്യമേ പറയാൻ. അപ്പം ഞാൻ പൊതുവേ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരു ചോദിച്ചാൽ അവരൊക്കെ ഇന്റർവ്യൂസ് നമ്മൾ എടുക്കുമ്പോൾ അവർ പറയാറുള്ളത് വെച്ച് അവർക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അഭിനയിക്കാനാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ സീരിയൽ ഉള്ള അഭിനയിക്കുന്നു എന്ന പേരിൽ സിനിമയിൽ ചാൻസസ് വളരെ കുറവാണ് വരുന്നത്. വരുവാണെങ്കിൽ തന്നെ ചെറിയ ക്യാരക്ടർ റോൾ വന്ന് പോകും, പിന്നീടുള്ള വിളിക്കത്തില്ല. അങ്ങനത്തെ സ്ട്രഗിൾസ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടോ എനിക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വന്നത് മൂവിയിലേക്ക് തന്നെയാണ് വന്നത്, മൂവിയിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനിടയിലാണ് ഞാൻ സീരിയൽ ചെയ്തത്. ഓക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ചില ആളുകൾ എന്നോട് വന്ന് ഈ കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിനിടയിലും ഒക്കെ ചെറിയൊരു ചർച്ചാ വിഷയം ആവാറുണ്ട്. സീരിയൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മേ ബി വന്നു കഴിഞ്ഞാൽ കൂടുതലും ഈ ഒരു ക്ലാഷ് വരുന്നത് ഡേറ്റ് ഇഷ്യൂസിൻ്റെയാണ് ബേസിക്കലി അവർ പാനിക് ആവുന്നതിൻ്റെ റീസൺ. കാരണം ഇപ്പം സീരിയൽ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഷെഡ്യൂൾ വയസ്സായിരിക്കും, 1 to 15 അല്ലെങ്കിൽ 15 to 30. ആ ഡേയ്സിൽ അവർ വേറെ ഒന്നിനും അവർ നമ്മളെ ഫ്രീ ആക്കില്ല. സോ അപ്പോൾ അത് വരുമ്പം ഇവരുടെ ഡേറ്റ്സും അവരുടെ ഡേറ്റ്സും നമ്മൾ ക്ലാഷ് ആവുമോ, അങ്ങനത്തെ ഒരു ബേസിക് ഒരു പാനിക് ആവുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു ചർച്ച വരുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അഭിനയിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർ ഇപ്പോഴും അതിൽ തന്നെയാണ് ലോക്ക് ചെയ്ത് കിടക്കുന്നത്. എന്തുകൊണ്ടോ ഇല്ല, ആക്ച്വലി അങ്ങനെ ഇല്ല കേട്ടോ. കാരണം ബേസിക്കലി ഇതെല്ലാം അഭിനയത്തിന്റെ ഭാഗങ്ങളാണല്ലോ. നമ്മളിപ്പോ സിനിമയിൽ നിന്ന് എത്രയോ പേര് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ നിന്ന് എത്രയോ പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിൽ നിന്ന് എത്രയോ പേര് മറ്റേ സിനിമയിൽ വന്നിട്ടുണ്ട്, സിനിമാക്കാര് നാടകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് ഇന്റർലിങ്ക്ഡ് ആണ്. പക്ഷെ ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എവിടെയാണോ കംഫർട്ടബിൾ ആവുന്നത് എന്നൊരു ചോദ്യമുണ്ട്.
അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ സീരിയൽ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് മറ്റേ അല്ലെങ്കിൽ ലോങ്, ഇപ്പോൾ സീരിയലിന്റെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ 1 വർഷം കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ 2 വർഷം കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. സോ അപ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റില്ല. മറ്റേ അറ്റ് ദ സെയിം ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10 ദിവസം അഭിനയിച്ചാൽ മതി, അപ്പൊ നമ്മൾ ബാക്കി 20 ദിവസം ഫ്രീ ആണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പ്ലസ് ആണ്. സോ ഇതിന്റെ എല്ലാത്തിനും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അതല്ലാതെ എനിക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സണലി അറിയാവുന്നിടത്തോളം ആരും അങ്ങനെ സീരിയൽ അഭിനയിച്ചത് കൊണ്ട് മേ ബി പണ്ടുണ്ടായിട്ടുണ്ടാവും ഫോർ ഷുവർ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഇപ്പൊ അങ്ങനെയില്ല. കാരണം ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്, സിനിമയിലുള്ളവർ സീരിയലിലുണ്ട്. ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ സിനിമയിലുണ്ട്, എല്ലാവരും അങ്ങനെയൊക്കെ ഓക്കെയാണ്. സിക്കാഡയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? ഫോർ സീൻസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷൻസ് ഒക്കെ ഫോറസ്റ്റ് കൂടുതലും അട്ടപ്പാടിയായിരുന്നു, പിന്നെ വാഗമൺ ഉണ്ടായിരുന്നു, പിന്നെ ബാംഗ്ലൂർ, കൊച്ചിൻ. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു എല്ലാവരും നമ്മൾ അഭിനയിച്ച് വരുമ്പോൾ ഒരു ലെവൽ ഓഫ് കഥാപാത്രങ്ങൾ ആളുകൾ രജിസ്റ്റർ ചെയ്തോളൂ. എല്ലാവരുടെ ആഗ്രഹം വെച്ചാൽ നമ്മുടെ പേരില്ലെങ്കിൽ നമ്മളെ വ്യക്തിയെ രജിസ്റ്റർ ചെയ്യാതെ നമ്മുടെ കഥാപാത്രം രജിസ്റ്റർ ചെയ്യാന്നുള്ളതായിരിക്കും. ഇന്നും ആ കഥാപാത്രം ഞാൻ പറയാൻ പറ്റിയ ഗോൾഡിലെ കഥാപാത്രം എപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, കലാകാരനെ സംബന്ധിച്ച് വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു തരം ടൈപ്പ് കാസ്റ്റ് എന്ന് പറയാം. ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചിലപ്പോൾ ഒരു സിനിമയായിരിക്കും വരുന്നത്, അതെല്ലാം ബ്രേക്ക് ചെയ്യുന്നത്. അതുപോലെ സിനിമയാണോ സിക്കാഡ? എനിക്ക് പേഴ്സണലി യെസ് ആണ്. ഞാൻ ഇതിന് മുമ്പ് ആക്ച്വലി ഒരുപാട് എന്താ പറയുക ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ലവിൽ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്, റോസ് ഗിറ്റാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ നെഗറ്റീവായി ചെയ്തിട്ടുണ്ട്, തമിഴിൽ ഞാൻ ഇപ്പൊ ചെയ്ത ഒരു സിനിമ ഫുൾ. പക്ഷെ ഡോക്ടർ ലവ് വേറൊരു മോഡായിരുന്നു, നെഗറ്റീവ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞ ഒരു കോളേജ് നെഗറ്റീവ് ക്യാരക്ടർ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പല പല ഒരു ഡിഫറെന്റ് സംഭവങ്ങൾ ചെയ്യാനായിട്ട്. ഫുൾ ലെങ്ത് ഒരു ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ചെയ്തിപ്പോ തമിഴിലാണ്, ഒരു ഫുൾ ഓൺ നെഗറ്റീവ് ക്യാരക്ടർ. ഈ സിനിമയില് നായക കഥാപാത്രമാണെങ്കിലും ഈ ക്യാരക്ടറിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ എന്താ പറയുക, ആ നെഗറ്റീവ്സിലൂടെ തന്നെയാണ് പോകുന്നത്. ഞാൻ ഇതുവരെ ഓൺ സ്ക്രീനിൽ എന്തൊക്കെ ചെയ്തിട്ടില്ല അതെല്ലാം ഞാൻ സിക്കാഡയിൽ ചെയ്യുന്നുണ്ട്, എല്ലാം. വാശിയായിരുന്നു, തീർത്ത് വിടുമായിരുന്നു. അതെ, അപ്പൊ ശരിക്കും വാശി മാത്രമല്ല, അതൊരു ഈ ഇൻഹിബിഷൻസിനെല്ലാം പുറത്തിടുക എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ശ്രീജിത്ത് നമ്മുടെ ഫ്രണ്ടും കൂടി ആയതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ അതൊരു ഐസ് ബ്രേക്കിംഗ് ആവട്ടെ. തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ. ഇനിയും കിട്ടുന്ന കഥാപാത്രം ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഗായത്രിക്കോ? എനിക്കും ഏതാണ്ട് അതേ ഒരു മൂഡ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു സംഭവമേ അല്ല. ഓൺ സ്ക്രീനിൽ കുറെ ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഞാൻ അതൊന്നും ഇപ്പൊ എടുത്ത് പറയുന്നില്ല. കാരണം അതിൽ സിനിമ നിങ്ങൾ കണ്ട് സസ്പെൻസുകളൊന്നും ഞാൻ വിളിക്കുന്നില്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ച ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ വന്നു, ഞാൻ ചെയ്തു, കഴിഞ്ഞു. അതവിടെ കഴിഞ്ഞു, എൻ്റെ പാർട്ട് കഴിഞ്ഞു. ബാക്കിയെല്ലാം ഓഡിയൻസിൻ്റെ കയ്യിലാണ്. അവരത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ എടുക്കുന്നു എന്നുള്ളതെല്ലാം അവരുടെ കയ്യിലാണ്. സോ ഫോർ മീ ഓൾസോ ഇത് ഏറെ ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ മറികടന്ന് വന്നു, നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഒരു 1 വേർഡ് പറയാൻ പറയാം, 1 സെന്റൻസ് പറയാൻ പറയാം, എന്തായിരിക്കും പറയാം? എനിക്ക് ഫാമിലി. എനിക്ക് സിനിമ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അല്ല, ഫാമിലി എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല കുടുംബം, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പൊ സിനിമ ആൻഡ് ഫാമിലി, ഇപ്പൊ എൻ്റെ ഒരു പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി സിനിമ ആൻഡ് ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും സന്തോഷം. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ഒരു എന്താ പറയാ ഒരു ഫാമിലി നമുക്ക് വേണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരിച്ച് പോകുമ്പോൾ അയ്യോ ഞാൻ വീട്ടിലേക്കാണോ പോകണം ഈശ്വര എന്ന് പറയുന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്. നമുക്കൊരു ഡൗൺഫോൾ ഫാമിലി സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതില്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നതും പല കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ബിക്കോസ് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി എന്താ പറയുക ടച്ച് ഉള്ളതുകൊണ്ടാണ്. എവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി എന്താ പറയാ മൊമെന്റ്സ് നല്ല രീതിയിൽ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ്. ബൈ ഗോഡ്സ് ഗ്രേസ് അത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അതൊരു നല്ല സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഗായത്രി സിനിമയല്ലേ പറഞ്ഞു, എന്തുകൊണ്ടാണ് സിനിമ? ബിക്കോസ് സിനിമ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ സ്വപ്നം കണ്ട് വന്നൊരു സാധനം സിനിമയാണ്. എനിക്ക് സാധാരണ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 11th 12th ഇന്നത്തെ പഠിച്ച് ഇന്ന കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് ഇന്ന രീതിയിൽ പോകണമെന്നായിരുന്നു. പക്ഷെ എനിക്കെന്തോ എൻ്റെ ഈ പറയുന്ന പോലെ എനിക്കും ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയ്ക്കും അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പൊ എനിക്ക് ചെറുതിലേ മുതലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും വരുന്നതൊന്നും വിട്ട് കളയാതെ എല്ലാത്തിനും എന്നെ എന്താ പറയാ, എനിക്ക് ആ ഫ്രീഡം തന്നെ എന്നെ അതിലേക്ക് വിട്ടത് അവരായതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ എന്താ പറയാ സിനിമ വിട്ട് മറ്റൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് മുതലേ മൈൻഡിൽ ഒരൊറ്റ ആഗ്രഹം, ഒരൊറ്റ എന്താ പറയാ, ഒരൊറ്റ അംബീഷൻ മാത്രം, ഡെസ്റ്റിനി എന്ന് പറയുന്നതിന്റെ സിനിമ എന്നുള്ള വിശ്വാസത്തോടു കൂടി പോവുകയാണ്. സോ ഫോർ മീ ഇറ്റ്സ് മൂവി. എന്താ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മള് പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. മറ്റേ സീക്രട്ടിന്റെ ഫുൾ സംഭവമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനിത് ആഗ്രഹിച്ചാൽ എന്റെ കൂടെ ലോകം നിൽക്കും. എന്തൊക്കെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. മര്യാദക്ക് പരിശ്രമിച്ച് പോവുക. പിന്നെ ഈ പറഞ്ഞ കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ഈ സിനിമയിൽ സിക്കാട എന്ന് പറയുന്ന സിനിമയില് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന്റെ ഒരു തത്വത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാമല്ലോ. കർമ്മ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നന്മ വരും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും കേരളം ഇപ്പോൾ എന്താ പറയാ ഒരുപാട് സങ്കടത്തിലാണ്. ഒരുപാട്. അപ്പോൾ ഈ എന്താ പറയാ ഒരു നിമിഷം മതി ജീവിതം, ഒരു രാത്രി കൊണ്ട് തന്നെ എത്ര പേരുടെ ജീവിതങ്ങളാണ് നടക്കുമല്ലേ. എത്ര പേരുടെ, അതൊക്കെ എന്താ പറയാ, അത് പറയാൻ വാക്കുകളില്ല, കാണാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ. കാരണം എന്തൊരു സങ്കടകരമായ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇപ്പം ഈ മഴ നമുക്ക് കാണുമ്പോൾ നല്ല രസമുള്ളതാണ് മഴ. അത് മഴയത്ത് ഡാൻസ് കളിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഈ മഴ കൂടിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വേറെ സൈഡ് ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ, അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ പ്രകൃതിയുടെ ഇൻവോൾവ്മെന്റ് സിനിമയിലുണ്ട്. പ്രകൃതിയാണ് ആക്ച്വലി ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞാൽ കൗണ്ട് ചെയ്യുന്നത്. പിന്നെ കമ്മിങ് ടു കേരള, എന്താ പറയുക, നമുക്ക് ഇപ്പൊ പറയാൻ വാക്കുകളൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സോട് കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം. അത്രയും നമുക്കോട് പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യത്തെ അഭിമാനിക്കാം, ഇത് കേരളമാണ്, എല്ലാം അതിജീവിക്കും. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും. നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു രാത്രി കൊണ്ട് അത്രയും പേര് ഒറ്റവരെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഏതറ്റത്ത് നിന്നും ഇന്നും സഹായിക്കാനായിട്ട് ആളുകൾ അവിടെ ഓടിയെത്തുന്നുണ്ടെന്ന് അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. കാരണം പക്ഷെ മറ്റേ വിഷമം തന്നെ, അതങ്ങനെ തന്നെയാണ്, ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും അതിന് പകരം വെക്കാനായിട്ടൊന്നും സംഭവിച്ചിട്ടും കാര്യമില്ല. ഈ ഓഫ് ദ ടോപ്പിക് ആണെങ്കിൽ പോലും ഇപ്പൊ ചിലവര് പറയാറുണ്ട്, ഈ എന്താ പറയാ, പൈസ മറ്റേ ഒന്നുമല്ല മറ്റേ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം. പൈസ ബേസിക്കലി യെസ്, നമുക്ക് എപ്പോഴും ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലുത്, ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 1-ാം തീയതി ആയിട്ട് ക്രെഡിറ്റ് കാർഡുകാരും പൈസ കൊടുത്തവരും എല്ലാവരും വിളിക്കാൻ വേണ്ടി പുറത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് മറ്റേ പൈസ അല്ലല്ലോ എല്ലാം, ഹെൽത്താണല്ലോ വലുതെന്ന് പറയാൻ പറ്റും? ഒരിക്കലില്ല. അപ്പൊ അവരെ പൈസ വേണമെങ്കിൽ പൈസ വേണം, അത് പൈസ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവർക്ക് എത്ര സഹായത്തിന് വേണ്ടി എത്ര ആൾക്കാർ എത്തിയൊക്കെ സഹായം ഒക്കെ പറഞ്ഞാൽ പോലും അവരുടെ വിഷമം അതൊരു വിഷമമാണ്. അതൊന്നും ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മളെല്ലാവരും ഹെൽപ്ലെസ് ആണ്, എല്ലാവരും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഒരുമിച്ച് കൈകോർത്ത് കൂടെ നിൽക്കുക. ആ പെയിൻ പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് കൂടെ നിൽക്കാം. കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നതിന്റെ ധൈര്യമാണല്ലോ. കൂടെ നിൽക്കാൻ ഒരാളല്ല, കൂടെ നിൽക്കാൻ 3.5 കോടി ജനങ്ങളുണ്ടാവും. തീർച്ചയായും അതിന്റെ കൂട്ടായ്മയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പം ഇന്നും പലർക്കും അതിശയമാണ്, വാർത്തകളിൽ പോലും അതൊരു അതിശയമായിട്ട് 36 മണിക്കൂർ കൊണ്ട് പാലം ക്രിയേറ്റ് ചെയ്യാൻ. അയ്യോ, പാലം മാത്രമോ? അവര് മറ്റേ ഇപ്പോ നമ്മുടെ ആർമിക്കാർ വന്ന ഹെലിപാഡ് ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് ഇറക്കുന്നതും അവിടെ ഒരുപാട് പേര് ഇറങ്ങി ചെയ്യുന്ന പ്രവർത്തനങ്ങളും. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, പ്രൗഡ് ടു ബി ആൻ മലയാളി. പ്രൗഡ് ടു ബി ആൻ മലയാളി മാത്രമല്ല, അവരാണ് യഥാർത്ഥ ഹീറോസ്. തീർച്ചയായും ടോട്ടൽ ഹീറോസ്, ഒരു രക്ഷയില്ല. ഇപ്പം ഇതൊക്കെ പറയാൻ ഭയങ്കര ഇമോഷണൽ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ചെയ്യുന്ന ഓരോ സിനിമകളിലായാലും കരിയർ എന്ന് പറയുന്നത് എപ്പോഴും അപ്സ് മാത്രം ഡൗൺസും ഉണ്ടാവും. അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് ജോബ് പോലെ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സാലറി ഉള്ള ഒരു ജോബല്ല. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ സാലറി കിട്ടിയിട്ടുണ്ടോ ചോദിക്കണേ? അങ്ങനെയല്ല, എപ്പോഴെങ്കിലും സാലറി കിട്ടിയിട്ടുണ്ടോ അതൊരു ചോദ്യമാണ്. അല്ലാതെ എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോ സമയത്ത് ഇത് തന്നെ അല്ലെങ്കിൽ വേറൊരു ജോബിന് ഞാൻ പോയിരുന്നെങ്കിൽ ഒരു ഫാമിലി പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മൾ കെയർ ചെയ്യുന്നത്. അവരൊരിക്കലും സങ്കടപ്പെടുന്ന കരുതിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലും. എപ്പോഴെങ്കിലും ഇതിൽ പോയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ജോബെങ്കിൽ? എനിക്കില്ല.
നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സിനിമയാണ്, എനിക്ക് മോർ ഓഫ് സംവിധാനമാണ്. അത് എല്ലാം ചെയ്തിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതിലൊരു മാറ്റമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ പ്രശ്നം എനിക്ക് ഒട്ടുമില്ല. കാരണം ഞാൻ ആദ്യത്തെ സിനിമയിൽ ഒരു വലിയൊരു അപ്പ് കണ്ടു, പിന്നെ അങ്ങോട്ട് ഒരുപാട് ഡൗൺസ് കണ്ടു. ഇപ്പം എനിക്ക് അപ്പും ഡൗണും എല്ലാം എനിക്ക് പഠിപ്പിച്ചു തരുന്ന ഒറ്റ ഫാക്ടറാണ്. അതായത് ഇനിയിപ്പോൾ ഇപ്പോൾ നാളെ സിക്കാഡ ടച്ച് വുഡ് ഹിറ്റ് ആവട്ടെ, പക്ഷെ ഹിറ്റ് ആയാൽ ഒരു അമിത സന്തോഷവും മറ്റേ ഫ്ലോപ്പ് ആയാൽ ഒരു അമിത വിഷമത്തിലേക്കൊന്നും പോവാതെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം ഡൂയിങ് മൈ ജോബ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഗായത്രിക്കും എനിക്കും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലി പിന്നാലെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആൻഡ് സിനിമ തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു ചെറുതിലെ മുതലുള്ള എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഡെസ്റ്റിനി എന്ന് ഞാൻ വെച്ചിരിക്കുന്നത് എപ്പോഴും സിനിമ, അതിലെ ഗ്രോത്ത് തന്നെയാണ്. അപ്പം അതങ്ങനെ മനസ്സിൽ ഉണ്ട്. അപ്പം അതിലങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് വിട്ട് മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് ഈ കലാകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമുക്കൊരിക്കലും ഈ 9 to 5 ജോബ് ഒന്നും നമുക്ക് പറ്റില്ല. ശ്രമിച്ചാലും നടക്കാത്ത പരിപാടിയാണ്. എപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തുമില്ല. അറിയുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ അഭിനയം ഇതൊക്കെ തന്നെയാണ്. ചോദിക്കാൻ വന്നത് 95 ക്രിയേറ്റിവിറ്റിയുടെ പ്രശ്നമാണ്, അവിടെ അറിയാഞ്ഞിട്ടല്ല. പണി അറിയണം, പണി അറിയാഞ്ഞിട്ടല്ല, ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല. അല്ല ശരിക്കും അതല്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ദോഷം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ ഈ വർഷം ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും 2024 സിനിമകളുടെ നല്ല കാലമാണ്. എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സിനിമകൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ തുടക്കം തന്നെ നമുക്ക് ആവേശമായാലും ബ്രഹ്മയുമായാലും അങ്ങനെ ഒരു എന്താ പറയുക കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരുപാട് ചിത്രങ്ങൾ ഓർക്കാനൊക്കെ ഉണ്ട് ഈ വർഷം. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ വന്നായിരുന്നു. പക്ഷേ ഒരാഴ്ച പോലും തയ്ക്കാതെ വാഷ് ഔട്ടായി പോയിട്ടുണ്ട്. അവരൊന്നും പിന്നീട് നമ്മൾ ആ സ്ക്രീനിൽ കാണാറില്ല. ഈ സിനിമ ആഗ്രഹിച്ച് വരുന്നവര് ശരിക്കും പറയാറുണ്ട്, സിനിമ കയറാൻ എളുപ്പമാണ്, നിലനിൽക്കാൻ ശരിയാണ്. എല്ലാം ടഫാണ്. കയറാനും അത്ര എളുപ്പമൊന്നുമല്ല. സിനിമ കിട്ടാൻ എളുപ്പമല്ല, സിനിമ നിലനിൽക്കാൻ എളുപ്പമല്ല, എല്ലാം ടഫാണ്. പിന്നെ ഇപ്പം ഈ ഇപ്പോൾ വാഷ് ഔട്ടായി സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ സമയത്തും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 100 പടം ഇറങ്ങുമ്പോൾ 5 പടമേ സൂപ്പർ ഹിറ്റ് ആവുള്ളൂ. അതിലൊരു 10 പടമേ ആവറേജ് ഹിറ്റ് ആയിട്ട് മാറുള്ളൂ. സോ ബേസിക്കലി ഒരു 15 to 20 പടങ്ങളെ പ്രോഫിറ്റബിൾ ആയി മാറുള്ളൂ. ബാക്കി 80% പടങ്ങളും ഫെയിലർ ആയിരിക്കും. അത് അങ്ങനെയാണ്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയധികം സിനിമകൾ വരുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ ചോയ്സ് ഉണ്ട്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറും, ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് മാറും, പലതും ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ, ഒരു ഫാമിലി വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1000-1500 രൂപയെങ്കിലും മിനിമം. അതും ഇതൊക്കെ എക്സ്പെൻസസ് എല്ലാം കൂടി ചേർത്താൽ ഒരു 1000 ഒരു 2-3 പേരുടെ 3 or 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000-1500 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം 3.5 കോടി ജനങ്ങൾ എല്ലാ സിനിമയ്ക്കും പോകാൻ തുടങ്ങിയാൽ അത് അവർക്കും ബുദ്ധിമുട്ടല്ല. അവർക്ക് അവരുടേതായ ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കൊടുക്കുന്ന പൈസ അതിലൊരു മുതലാക്കൽ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. നോൺ കാസ്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞങ്ങൾക്കും അത് പറയുള്ളൂ, അങ്ങനെ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ സിക്കാഡ നിങ്ങളെ നിരാശരാക്കില്ല, അത്രയും പറയാം. പക്ഷെ ഒരു കാലത്ത് ഫ്ലോപ്പ് ആയതൊക്കെ ഇന്ന് വലിയ ഹിറ്റ്. ഇപ്പൊ 2000 ഇറങ്ങിയ ദേവദൂതൻ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഇന്നത് റീ റിലീസ് ചെയ്യുമ്പോഴേക്കും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പൊ ചില സിനിമകൾ സിനിമയുടെ മാജിക് ആണ്. അതെ, അതൊരു വലിയൊരു ഹിറ്റ്. എന്താ പറയുക, ഇന്നും തിയേറ്ററിൽ കാണാൻ ഒരു പുതിയ സിനിമ കാണുന്ന പോലെ അതിനെ ഫീലിങ്, ആ ഒരു മാന്ത്രികം. ശരിയും പല സിനിമകളും ഈ പറഞ്ഞ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വിജയിക്കാതെ OTT ഇറങ്ങുമ്പോൾ പറയാറുണ്ട്, അയ്യോ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നല്ലോ, ഇതെല്ലാം എലമെന്റും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആയിട്ട്. അങ്ങനത്തെ കുറെ കമന്റ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ സിക്കാടെ എങ്ങനത്തെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും ഫീൽ ചെയ്യുന്നുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ സിനിമയും തിയേറ്റർ വാച്ചാണ്, എല്ലാ സിനിമയും. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു സുഖം നമുക്കൊരിക്കലും നമുക്കൊരു സ്ക്രീനിലോ ഒരു മൊബൈലിലോ ഒന്നും കാണുമ്പോൾ കിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഫിനാൻഷ്യൽസും പ്രശ്നങ്ങളിലും വെച്ചിട്ട് തന്നെ എല്ലാവർക്കും എല്ലാ സിനിമയും തിയേറ്ററിൽ കാണാനും പറ്റില്ല. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ സിക്കാഡയിൽ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കാണണം എന്ന് തന്നെയാണ്. കാരണം ഇതിൻ്റെ മേജർ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് കാടാണ്. അപ്പോൾ കാടിൻ്റെ ആംബിയൻസ്, ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ എല്ലാ ഫാക്ടേഴ്സും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുക തിയേറ്ററിലാണ്.
അപ്പൊ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, എസ്പെഷ്യലി വിത്ത് സൗണ്ട്. തീർച്ചയായും വിഷ്വൽ ട്രീറ്റ് ഉണ്ട് ഉറപ്പായിട്ടും. എന്താ പറയുക, എല്ലാവരും എക്സൈറ്റ് ചെയ്യുന്ന സീറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് സിനിമയായി മാറട്ടെ അതുപോലെ ആവട്ടെ. അപ്പം ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പം ആസ് എ ഡയറക്ടർ നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, എൻ്റെ ഫസ്റ്റ് പടം ഇങ്ങനത്തെ ഒരു ഇതാവണം, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു പടം ചെയ്യണം എന്നൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പടം എനിക്ക് ചെയ്യണമെന്ന് ഡ്രീം ചെയ്യുന്നൊരു ജോണർ അല്ലെങ്കിൽ ഇതൊരു എന്തായിരിക്കും അത്? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യണം. എനിക്ക് ബേസിക്കലി ആസ് എ ഡയറക്ടർ എൻ്റെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ സിനിമ ഇറങ്ങുമ്പോൾ ആ കൊടുക്കുന്ന ഇൻപുട്സ് മാത്രം വെച്ചിട്ടായിരിക്കും ഗസ്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ പേരുള്ളതുകൊണ്ട് ഇന്ന ജോണർ ആയിരിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഐ ഹോപ്പ് ഐ ക്യാൻ മേക്ക് ഓൾ കൈൻഡ്സ് ഓഫ് മൂവീസ്. അതും ആസ് എൻ ആക്ടറും അങ്ങനെ തന്നെയാണ്. ഒരു ലൈക്ക് ഇന്ന ആളാണെന്ന് പറയുമ്പോഴേക്കും ഇന്ന ടൈപ്പ് ഓഫ് മൂവി ആണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഇതിൻ്റെ ഈ പറഞ്ഞ സെവൻസിലെ ആ ഒരു ഗ്യാങ്, ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ നിരന്തരമായിട്ടല്ല, ഞാനിപ്പോൾ എസ്പെഷ്യലി ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു എപ്പോഴും കാണുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വരാറില്ല. ഇടയ്ക്ക് ഇപ്പോൾ അമ്മ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങനെ കാണാറുണ്ട്, കോൺടാക്റ്റിലുണ്ട് ബേസിക്കലി. ഇപ്പം മെയിനായിട്ട് പറഞ്ഞത് ഇപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ആ സിനിമ ഇറങ്ങിയ ശേഷം ആ ഒരു ഗ്യാങ്ങിന്റെ പടം അവരെ കണ്ട എപ്പോഴും ചോദിക്കുന്നത് ആ ഒരു ഗ്യാങ് പടം ഉണ്ടാവും. നിങ്ങളുടെ സിനിമ അതുപോലെ തന്നെ ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു കൂട്ടായ്മ, ആ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ ഏത് പറമ്പിൽ പോയാലും ഏത് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ പറയാനായിട്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല ഇപ്പോഴും അത് ഓർത്തിരിക്കാൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സിനിമയിൽ നിന്നും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ല, പക്ഷെ നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള മെമ്മറീസ് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അത് അന്നത്തെ ഞാൻ എന്താ പറയുക വളരെയധികം എന്താ പറയുക ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയും കൂടിയാണ്. ആക്ച്വലി ജോഷി സാറാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നമുക്ക് അതൊന്നും ഒരു പ്രശ്നം, ജോഷി സാർ പോലും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് മെമ്മറി. സോ ഇറ്റ് ഇസ് നൈസ്. ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ ഇതുപോലൊരു പടം ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്രേക്ക് ത്രൂ വരുന്ന, അല്ലെങ്കിൽ ലൈഫിൽ ഇപ്പം നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ സിനിമ ഫസ്റ്റ് സിനിമയാണ് ഡ്രീം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഏതൊരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടായിരിക്കില്ല ഇങ്ങനെ ഇൻസ്പയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന ആർട്ടിസ്റ്റിന്റെ പോലത്തെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് അങ്ങനെ കൊതിച്ചിരുന്ന ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ കൊതിച്ചിരുന്ന കഥാപാത്രങ്ങള് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം 1-2 മതി. ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഇപ്പം എത്രത്തോളം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നറിയില്ല. ബട്ട് എനിക്ക് അങ്ങനത്തെ ഈ കോമഡി അല്ല സീരിയസ്ലി പുള്ളിക്കാരി ഈ കോമഡി ഒക്കെ ഡീൽ ചെയ്യുന്ന രീതി കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. ആരാ ഞാനോ? അല്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ കുഡ് ഹാവ് ലൈക്ക് ഗീവ് എ ട്രൈ എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിലുണ്ട്. എന്താ അങ്ങനെ നോക്കണ്ട, അല്ല എനിക്ക് പറ്റും, അല്ല നമുക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് അതെ പുള്ളി ഞാൻ പറഞ്ഞ പഴയ കാലത്ത് ഉർവശി ചേച്ചി പഴയ കുറെ കോമഡി സബ്ജക്ട് ചേച്ചി ഭയങ്കര രസമായിട്ട് അത് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ശോഭന മാം ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലുള്ള ചില ക്യാരക്ടേഴ്സ് ചില സ്പെസിഫിക് ക്യാരക്ടേഴ്സ് നമുക്ക് കാണുമ്പോൾ ഒബ്വിയസ്ലി തോന്നാറുണ്ട്, തോന്നിയിട്ടുമുണ്ട്. നല്ലതായിരിക്കും. അപ്പം ഇതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചില്ല. ഇതിനകത്ത് ജയ്സേട്ടനൊക്കെ ഉണ്ടല്ലോ. ജയ്സേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾ പ്രിയപ്പെട്ടത്. ഇതിനകത്ത് ഒരു വേറൊരു ലെവലിലൊരു കഥാപാത്രം തോന്നുന്നു, വേറൊരു വില്ലനായിട്ട് തന്നെയാണ്. ഇതില് ജയ്സേട്ടൻ ചെയ്യുന്ന കഥാപാത്രം വില്ലൻ അല്ല, പക്ഷെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഈ പറയുന്ന ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഒരു പവർഫുൾ ക്യാരക്ടറാണ്. ഈവൻ നായകന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ. പിന്നെയും ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കാട്, വൈൽഡ് ലൈഫ് ആനിമൽസ്, അവരൊക്കെയാണ് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ. ഇപ്പം മെയിനായിട്ട് ഓരോ സിനിമകളിലും നമുക്ക് ഉണ്ടാവുമല്ലോ, ഇന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. എന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല, ഒരിക്കൽ പോലും ഇല്ല. ഒരിക്കലുമില്ല. എനിക്ക് നമുക്ക് കിട്ടുന്നത് നമുക്ക് നന്നായി ചെയ്യാൻ നോക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് ഒരിക്കലും ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്ന് അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല.
ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് മറ്റേ വടക്കൻ നിരാധന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞ അവസ്ഥ ചിന്തിച്ചു നോക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞ നമുക്ക് പറ്റാവുന്ന നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ആൾക്കാരെ കൂടി ഇഷ്ടപ്പെടുത്തിക്കാൻ ശ്രമിക്കുക, ഇത് രണ്ടും മാത്രമേ നമ്മുടെ ഗെയിം ഉള്ളൂ. അല്ല, ഞാൻ വിക്കിപീഡിയ നോക്കുമ്പോൾ സമയത്ത് ചേട്ടൻ ചെയ്ത സിനിമകളെല്ലാം നോക്കുമ്പോൾ വന്നിരുന്നിട്ടാണോ വിക്കിപീഡിയ നോക്കണേ? അല്ലല്ല, ജസ്റ്റ് ഇങ്ങനെ ഇത് നോക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കിയായിരുന്നു. അപ്പം സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ നോക്കുന്നുണ്ടോ? ഇപ്പോഴും നോക്കുന്നുണ്ട്. അവളിപ്പോ എപ്പോഴും അടുത്തടുത്ത് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സ്പോട്ടിലാണ് ഞാൻ കുറച്ചുകൂടെ ചെയ്യുന്നത്. അടിക്ക് പ്രിപ്പയർ ചെയ്ത് വരുന്ന കഴിയുമ്പോൾ എല്ലാം പഠിച്ചിങ്ങനെ ചെയ്യുന്ന പോലെ സ്പോട്ടിലാകുമ്പോൾ അടുത്തടുത്ത് പിക്ക് ചെയ്ത് ഞാൻ ചെയ്യും. അപ്പം ഇതിനകത്ത് നോക്കുന്നത് എല്ലാം ഒരു സെറ്റ് ഓഫ് സിനിമകൾ വന്നതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണത്? കാരണം എല്ലാവരും വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഒരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ പിടിച്ച് കയറാനുള്ളത്. എൻ്റെ മൊത്തം ലൈഫിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ആദ്യത്തെ 4 വർഷം ഗോൾ ഇറങ്ങിയിട്ടുള്ള ഒരു 4 വർഷത്തിൽ ഞാൻ 4 സിനിമകളാണ് ചെയ്തത്. കാരണം എനിക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് അത് എൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീടുള്ള 2-3 വർഷം കൊണ്ടാണ് ഞാൻ ബാക്കിയൊരു 9 സിനിമയോളം ചെയ്തത്. 7 സിനിമയോളം. മൊത്തം ഞാൻ 11 സിനിമയോളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 7 സിനിമയോളം ചെയ്തിട്ടുള്ളത് ഈ ഒരു 3 വർഷം കൊണ്ടാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക് എടുത്തു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ ബ്രേക്ക് എപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അറ്റ്ലീസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കും. ഉണ്ടാവാതിരിക്കട്ടെ, കണ്ടിന്യൂസ് വരട്ടെ. അതെ, എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ആ ഒരു ആർട്ടിസ്റ്റ് നിലനിൽക്കാനായിട്ടാണ് ഏറ്റവും ഇത്. നമ്മൾ പോയാൽ നമുക്ക് പുറകെ 100 പേര് വരാനായിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും മറ്റേ എനിക്കൊന്ന് മമ്മൂക്കി അല്ലെങ്കിൽ ആരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് നമുക്ക് ആണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ. അത് പറഞ്ഞ എവിഡൻ്റ് അല്ലേ. ഇപ്പോൾ എത്രയോ വളരെ മഹാപ്രതിഭകൾ നമ്മൾ ഇപ്പോൾ വിട്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര സ്പേസ് ആയി പോയി, ഇനിയിപ്പോൾ അവിടെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നാച്ചുറലി ഫിൽ ചെയ്ത് അടുത്ത് പോകും. കാരണം ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും അത് തന്നെയാണ് അവസ്ഥ. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ മരണത്തെക്കുറിച്ച് പറയുന്ന പോലെ അങ്ങനെ തന്നെയാണല്ലോ. ആ വീട്ടുകാർക്കാണ് ആ പ്രശ്നം, അല്ലെങ്കിൽ അതും ഒരു എക്സ്റ്റെൻഡ് പ്രശ്നം. 2 മാസം 3 മാസം വരെയൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ അവരും ജീവിച്ചല്ലേ പറ്റൂ, മുന്നോട്ട് പോകണം. അൾട്ടിമേറ്റ്ലി ആ ലോസ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയാണ്. സോ ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ എൻ്റെ വരാനുള്ളത്, ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് JSK എന്ന് പറയുന്ന സുരേഷ് ഗോപി സാറിൻ്റെ പടമാണ്. അതിൽ ഞാൻ സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴാണ്. തമിഴിലോട്ട് എങ്ങനെയാണ് തമിഴിലോട്ടുള്ള എൻട്രി? ഇപ്പോൾ ചെന്നൈയിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 2013 അവിടുത്തെ കമൽ സാർ തെലുങ്കും ചെയ്തിട്ടുണ്ട്. അവിടെ കമൽ സാറിനെ പോലത്തെ ഒരു വലിയ ഡയറക്ടറാണ് വിക്രമൻ സാർ. വലിയ ഹിറ്റ് മേക്കറാണ്. സൂര്യവംശം, പൂവയണക്കാവ്, വാനത്തെ പോലെ തുടങ്ങിയ വലിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഡയറക്ടറായിരുന്നു അദ്ദേഹമാണ് എന്നെ ആക്ച്വലി അവിടെ ലോഞ്ച് ചെയ്തത്, നിനയത്തത് ആരോ എന്ന് പറഞ്ഞ പടം. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ എഗെയിൻ ഈ പറഞ്ഞ ബ്രേക്കിന് ശേഷം 2019 ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 3 സിനിമ ഇറങ്ങി, ഒരു 3 സിനിമ ഇറങ്ങാറുണ്ട്. പിന്നെ ഒരു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് സ്ഥിരമായിട്ട് മലയാളത്തിൽ, ഹിന്ദി, കന്നഡ, പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് ഹോളിവുഡ് ലെവലിലേക്ക്. ഗായത്രി എങ്ങനെയാണ് ഇപ്പൊ തമിഴിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? തമിഴിലേക്കില്ല, ഞാൻ തമിഴിലേക്ക് ഇപ്പൊ ഒന്നും ഇപ്പൊ തൽക്കാലം നിലവിൽ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സബ്ജക്ട്സ് കേൾക്കുന്നുണ്ട്, ചില സബ്ജക്റ്റുകൾ എന്ന് പറയുന്നു, കേട്ടുവിടുന്നു എന്നേ ഉള്ളൂ. എന്തായാലും സിക്കാടയ്ക്ക് ശേഷം അടുത്തടുത്ത പരിപാടികളിലേക്ക് കടക്കണം. കണ്ടിന്യൂസ് തന്നെ നിലനിൽക്കട്ടെ. അതെ. അപ്പം സിക്കാട ഇനി തിയേറ്റേഴ്സിൽ ഇറങ്ങാൻ പോവാണ്. വലിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ, ആളുകൾ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു സിനിമ ആവട്ടെ ഞാൻ ആശംസിക്കുന്നു. കാണാൻ വരുന്ന പ്രേക്ഷകരോടെന്നാണ് പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്തായാലും എന്താ പറയുക, സിക്കാട എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ ഓഗസ്റ്റ് 9 തിയേറ്ററിൽ ഇറങ്ങുന്നത്. നിങ്ങൾ എന്താ പറയുക, കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നിരാശാജനകമായിട്ടുള്ള സംഭവം ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു തരുന്നു. അതല്ലാതെ ഒരു ഭയങ്കര ഗംഭീരമായ സിനിമ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് മറ്റു ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള വലിയ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. കൊച്ചു സിനിമയാണ്. ഒരുപാട് പേരുടെ അധ്വാനവും മനസ്സും എല്ലാം ഒരുമിച്ചിട്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് 9. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണും. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും whatever it is അറിയിക്കും. അപ്പം എന്തായാലും വലിയൊരു ഹിറ്റ് ആവട്ടെ, നിങ്ങളുടെ കരിയറിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം ആവട്ടെ ഈ സിനിമ. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സിനിമയുടെ ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തു. താങ്ക് യു സോ മച്ച്.